മൈ ലൈഫ് ബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചക്കക്കുരു മാങ്ങയും കൂടെ കറി വെച്ച് നോക്കിയാലോ. ഇത് ഞങ്ങളുടെ ഒരു വേർഷനാണ് കേട്ടോ, നിങ്ങളെങ്ങനെയാണ് വെക്കണമെന്ന് അറിയില്ല. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പുറത്തൊക്കെ ആകുമ്പോഴേ, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നൊസ്റ്റാൾജിക് കറികളൊക്കെ കൂട്ടാനും അത് ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആവേശമായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് കടയിൽ പോയപ്പോൾ ദേ ഇങ്ങനെയൊരു സാധനം കണ്ടു. വേറൊന്നുമല്ല, നമ്മുടെ ചക്കക്കുരു. അത് ഫ്രോസൺ ഐറ്റംസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഇതേവരെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഇവനെ പൊക്കി അവൻ്റെ കൂടത്തിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ കണ്ടു, പച്ചമാങ്ങ. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഇങ്ങനെ ചക്കക്കുരു മാങ്ങയും കൂടെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും മതി. ഇതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്, ചക്കക്കുരു. അപ്പോൾ ഇവനെ നമ്മളൊന്ന് കഴുകിയിട്ട് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, കാരണം വേവ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിനെ പ്രഷർ കുക്കറിലിട്ട് അവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് മാങ്ങ ഞാനിവിടെ ചെത്തി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ പേപ്പർ ഇട്ടിരിക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമല്ല. ആ പേപ്പറോട് കൂടെ ചുരുട്ടിയും കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ചെറിയ പീസുകളായിട്ട് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ അണ്ടിയൊന്നും ഉറച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ മാങ്ങ നമ്മളൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് 2 പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട്. ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട്. 2 എണ്ണം, വലിയ എരിവൊന്നുമില്ലാത്ത പച്ചമുളകാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും, അത്രയേ ഉള്ളൂ. ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ള് വേവിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നേ ഉള്ളൂ ഇതിൽ ഇപ്പോൾ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നെ ആരും മറക്കരുതേ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ അടുത്താണ് ഞാനീ പറയുന്നത്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഓക്കെ, അപ്പോൾ അതവിടെ നമുക്കൊന്ന് ഇളക്കി അവിടെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ആ സമയം കൊണ്ട് ഇത് ചെയ്തുണ്ടോ, ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് വെന്തിട്ടുമില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മുടെ പ്രഷർ കുക്കറിൽ വെന്തിരിക്കുന്ന ചക്കക്കുരു, ഞാനിവിടെ ഒരു 3 വിസിലാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടങ്ങ് വെന്തോട്ടേ എന്ന് വിചാരിച്ചു. അപ്പോൾ ചക്കക്കുരു നോക്കുമ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ മാങ്ങയുടെ കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് വേവട്ടെ എന്ന് വെച്ചാൽ മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ചക്കക്കുരുവിൽ ഞാൻ ഉപ്പിടാണ്ടെയാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മിക്കവാറും ഈ ഉപ്പ് മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരപ്പുണ്ടാക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി അത്രയുണ്ട്. അതിൽ നമ്മൾ കുറച്ച് താളിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. 2-3 ചെറിയ ഉള്ളി, കറിവേപ്പില, ജീരകം, പിന്നെ തേങ്ങ. ഇവിടെ നമ്മളെല്ലാം ഫ്രോസൻ്റെ ഐറ്റംസാണ് കേട്ടോ. ഇവിടെ തേങ്ങ ചിരണ്ടാനൊന്നും നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ ഫ്രോസൺ തേങ്ങയാണ്. അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കറിവേപ്പിലയും ജീരകവും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് കളറും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതുണ്ടോ, നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ, കാണാൻ നല്ല മഞ്ഞ കളറൊക്കെ ഇല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ആ തേങ്ങ അരപ്പ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് അതൊന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്കും ആ അരപ്പൊക്കെ നമ്മുടെ മാങ്ങയിലും ചക്കക്കുരുവിലും ഒക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കടുക് താളിക്കാനുള്ള പരിപാടി ചെയ്യാം അല്ലേ. അപ്പോൾ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഇവിടുത്തെ ഒഴിക്കാൻ പറ്റില്ല, ഇട്ട് കൊടുക്കാനാണ് പറ്റുന്നത്. ഇപ്പോഴും ചെറിയൊരു ചൂടൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണ ഉരുകാനുള്ള ഒരു സമ്മറൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇതേപോലെ കട്ടയ്ക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കമുളക്, നമ്മുടെ റെഡ് ചില്ലി ഇല്ലേ, റെഡ് ചില്ലീസും ചെറിയുള്ളി കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ട് അത്, കറിവേപ്പില, ഇത്രയാണ് നമ്മൾ അതിലേക്ക്
കടുക് താളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാതെ പുകയാൻ തുടങ്ങി. ആദ്യം ഇട്ട എണ്ണയും എല്ലാം കൂടെ പുകഞ്ഞു തുടങ്ങി. അതാട്ടോ കാണുന്നത്. അപ്പോൾ അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഈ കടുകുണ്ടല്ലോ, ഈ ചെറിയ പാത്രമായതുകൊണ്ട് അതിലെല്ലാം പൊട്ടിത്തെറിച്ച് പോയി. ഞാൻ പിന്നെ അടുപ്പെല്ലാം വീണ്ടും എനിക്ക് വൃത്തിയാക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതൊന്ന് മൂടി വെച്ചാൽ മതിയായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. എൻ്റെ തെറ്റ്. കുഴപ്പമില്ല. എനിവേ, നമുക്ക് കുക്കിംഗ് കഴിഞ്ഞിട്ട് ക്ലീനിങ് എന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഫുള്ള് എന്തായാലും ക്ലീൻ ചെയ്യണം. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കടുകെല്ലാം ഞാൻ ഇട്ടതിൽ പകുതി കടുക് അതിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ബാക്കി നമ്മുടെ ഉണക്കമുളക്, പിന്നെ ചെറിയ ഉള്ളി, അത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറി ഉണ്ടല്ലോ, അതിലോട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ ചക്കക്കുരു മാങ്ങ കറിയുടെ പരിപാടി. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമാണോ ചക്കക്കുരു മാങ്ങ? എനിക്ക് ഈ ചക്കയുടെ എല്ലാ ഐറ്റംസും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എന്തു പറയാനാ, യോഗം ഇല്ല അമ്മിണിയെ എന്ന് പറഞ്ഞ പോലെ എനിക്ക് അധികം അത് കഴിക്കാനുള്ള യോഗമില്ല. കാരണം ഞാൻ നാട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളും ആഴ്ചകളുമൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ നിൽക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് മാക്സിമം അത് ചെയ്യാറുണ്ട്. ചക്കയും ചക്കക്കുരുവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. പിന്നെ ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ടേസ്റ്റിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ ഫ്രഷ് നമ്മുടെ ചക്കയിൽ നിന്ന് പറിച്ചെടുക്കുന്ന കുരു വയ്ക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഒന്നുമില്ലാത്തതിലും ഭേദമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാട്ടോ. പക്ഷെ നല്ലതായിരുന്നു. ഞങ്ങൾക്കൊരു 2-3 ദിവസത്തേക്കുള്ള കറി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.